ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചിട്ട് കൊന്നത് അത് ആ പാവങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ കൊലപാതകികൾക്ക് എന്തബദ്ധം? അവര് കരുതിയത് മുസ്ലിം ആയിരിക്കും. എടോ, നിനക്കൊക്കെ റാം എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു വാക്കെങ്കിലും പരിഗണിക്കാമായിരുന്നല്ലോ. റാം എന്ന് പറയുന്ന വാക്കെങ്കിലും പരിഗണിച്ചുകൊണ്ട് വിടാമായിരുന്നല്ലോ. പാവം അടിച്ചു കൊന്നുകളഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിലെ ആ മധു എന്ന് പറയുന്ന സഹോദരന് കുറച്ച് അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ് ഇവിടെ കട്ട് മുടിച്ച് നമ്മുടെ ഒക്കെ നികുതി പണം കൊണ്ട് വെളുത്തു തുടുത്ത് ഇവിടത്തെ കുറെ കള്ളന്മാര് രാജ്യം കടന്നുപോയിട്ട് അവനെ ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല. അവനൊക്കെ അവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി അല്പ അരി മോഷ്ടിച്ചാൽ അവൻ സമൂഹത്തിൽ ബഹിഷ്കരിക്കപ്പെടുന്നവനാവുകയും ജോലി അന്വേഷിച്ചിറങ്ങിയിട്ട് ജോലി തിരക്കി നടക്കുന്ന പാവപ്പെട്ടവനെ നീ ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചിട്ട് അടിച്ചു കൊല്ലാൻ മാത്രം കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയ ഒരു കുഞ്ഞുമോള് ഡോക്ടർ പറഞ്ഞു, പനിക്കുള്ള മരുന്ന് കൊടുത്തിട്ട് കിഡ്നി സംബന്ധമായ പ്രശ്നമുണ്ടായി. സഹോദരിമാര് നന്നായിട്ട് കേക്ക്. കുഞ്ഞിന് പനിക്ക് മരുന്ന് കൊടുത്തു. ആ മരുന്നിന്റെ പേര് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ മരുന്ന് കൊടുത്തിട്ട് അത് ഒരു പിന്നെ നിരോധിത മരുന്നല്ലെങ്കിൽ പോലും അത്രയും ബുദ്ധിമുട്ടുന്ന കുട്ടിക്ക് മാത്രമേ ഡോക്ടേഴ്സ് അത് എഴുതി കൊടുക്കാറുള്ളൂ. ആ മരുന്ന് കുടിച്ചിട്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞിന് കിഡ്നിക്ക് തകരാറ് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്, കിഡ്നി ഡാമേജ് ആവും. കുട്ടിയുടെ വാപ്പ ഞാൻ ആശുപത്രിയിൽ പോകുമ്പോ ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ SAT തിരുവനന്തപുരത്ത് ആ പ്രിയപ്പെട്ട സഹോദരനെ വഴി മുറ്റത്ത് വെച്ച് കാണുമ്പോൾ അദ്ദേഹം പറയുന്നു, എന്റെ കുഞ്ഞിന് രോഗം വന്നതല്ല എനിക്ക് വിഷമം, എന്റെ കുഞ്ഞിന് ഈ അവസ്ഥ വന്നതല്ല എന്റെ പ്രശ്നം, എന്റെ കുഞ്ഞ് ദാഹിച്ചിട്ട് വിളിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല. അവസാനം ആരും കാണാതെ കോട്ടൺ പഞ്ഞിയിൽ വെള്ളം മുക്കിയിട്ട് ചുണ്ടിൽ ഇങ്ങനെ തേച്ചു കൊടുക്കുന്നു. ആ ഒരു അവസ്ഥ അള്ളാഹു വരുത്താതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം കുടിച്ചൂടെ, ഇഷ്ടമുള്ള സമയത്ത് കുടിച്ചൂടെ? വീട്ടിൽ യഥേഷ്ടം നമുക്ക് വെള്ളമില്ലേ? ഉപ്പാപ്പമാര് പുഴയിൽ കണ്ട്, നമ്മുടെ വാപ്പമാര് തോട്ടിൽ കണ്ട്, നമ്മളെ കിണറിൽ കണ്ട്, നമ്മുടെ അടുത്ത തലമുറ റൂമിൽ പൈപ്പിൽ കണ്ടു, ഇന്നത്തെ തലമുറ കുപ്പിയിൽ കാണുന്നു. ഇനി നാളെ അവർ എവിടെ കാണുമെന്നാണ് സംശയം. ആ രീതിയിൽ സുലഭമായി വെള്ളം അല്ലാഹു തന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മൾ എത്ര പറഞ്ഞാൽ മതിയാവും? നിങ്ങൾ ശ്രദ്ധിക്കും, മനസ്സിലാക്കുമെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ ഓർത്തിട്ടാണ് റബ്ബേ, വെള്ളമില്ലാത്ത നാട്, വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാത്ത മണ്ണ്, വെള്ളം ഇറങ്ങാത്ത മനുഷ്യർ, അതിൽ നിന്നൊക്കെ നീ എന്നെ രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാഹ്. പക്ഷേ ആ അൽഹംദുലില്ലാഹ്ക്ക് രണ്ടാമതൊരു അൽഹംദുലില്ലാഹ് കൂടി പറയണം. പടച്ചോനെ, കാളകളെ പോലെ വെള്ളം കുടിച്ചിട്ട് പോകാതെ ഒരു ഹംദ് പറയാൻ നീ എന്നെ തിരഞ്ഞെടുത്തല്ലോ, അൽഹംദുലില്ലാഹ്. ഈ രണ്ടാമത് പറഞ്ഞതിന് മൂന്നാമത് പറയണം, പടച്ചവനെ, വെള്ളം കുടിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നീ എനിക്ക് തൗഫീഖ് തന്നല്ലോ എന്ന് ഓർത്തിട്ട് നിന്നെ വീണ്ടും സ്തുതിക്കാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ, അൽഹംദുലില്ലാഹ്. 3 4 4 5 5 6 6 7 അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ 1 കോടി അൽഹംദുലില്ലാഹ് പറഞ്ഞാലും കടം ബാക്കിയാണ്. നമുക്കറിയോ, ഭർത്താവ് ഒഴിച്ചു തരുന്ന കള്ളം വീട്ടിലിരുന്നുകൊണ്ട് കുടിച്ചിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ മദ്യപിക്കുന്ന കാലം. നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരെന്ന് ഞാൻ പറയും. മുസ്ലിം പട്ടമിട്ട പെൺകുട്ടികൾ വിവിധ ജില്ലകളിൽ കോളേജിലേക്ക് പോകുന്ന മുസ്ലിം ബാപ്പാന്റെ കുടുംബത്തിലെ രേതസ്കണത്തിൽ നിന്നും ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളർന്ന് മുസ്ലിമായി പിറന്ന് തട്ടവുമിട്ട് ഹിജാബും ധരിച്ച് പർദയുമിട്ട് അലിഫ് എന്ന ആദ്യാക്ഷരം എഴുതി അദബ് പഠിപ്പിച്ച് അല്ലാഹ് എന്ന് വിളിച്ച പെൺകുട്ടികൾ, +1 +2 പഠിക്കുന്ന പെൺകുട്ടികൾ കഞ്ചാവിന് ക്രയവിക്രയം ചെയ്ത് കഞ്ചാവ് ഉപയോഗിക്കുന്ന നൂറുകണക്കിന് പെൺകുട്ടികളെ ഓരോ നാട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമുദായത്തിന്റെ പോക്കങ്ങോട്ട് വാഴതിന് കുറവല്ലോ, മജ്‌ലിസിന് കുറവല്ലോ ഉണ്ടോ, ദിക്ർ ഹൽഖയ്ക്ക് കുറവല്ലോ ഉണ്ടോ?
ഒന്നിനൊരു കുറവില്ല പ്രിയപ്പെട്ട സഹോദരിമാരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നോട് നിങ്ങളോടും പറയുന്നു, നമ്മൾ സന്തോഷത്തോടെ ഓടിച്ചാടി നടന്നത് അവസാനിക്കാൻ ഈ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹംദ് പറഞ്ഞ് പടച്ചവനിലേക്ക് മടങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം, രണ്ട് അൽഹംദുലില്ലാഹ്. ഇത് എപ്പോഴൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കാനുള്ള ആരോഗ്യമില്ല. ഇനി മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ചതമ്പുരാനേ, എനിക്ക് നീ പഠിപ്പിച്ചു തരണം, അത് കുറുക്കവാദൂക ബിഹി, നിന്നെ ഓർക്കാനും നിനക്ക് വേണ്ടി എപ്പോഴും ദിക്ർ ചൊല്ലാനും എനിക്ക് ദുആരക്കുമ്പോൾ പറയാനും അല്ലി ശൈആ, എനിക്കായിട്ട് നീ ഒന്ന് പഠിപ്പിച്ചു തരുവോ തമ്പുരാനെ. ഇമാം നസായി ഇമാം അഹ്മദും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കലീമുല്ലാഹി മൂസാ നബി പടച്ചവനോട് ചോദിച്ചു, അല്ലി ശൈആ, എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അദ്കുറുക, നിന്നെ ഓർക്കാനും വഅദുഉക ബിഹി, അതുകൊണ്ട് നിന്നോട് ദുആ ചെയ്യാനും എനിക്കത് വേണം, എനിക്ക് നീ അതിന് തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു മൂസാ നബിക്ക്. ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ശ്രദ്ധയോടെ കേട്ടോ. ഖുൽ യാ മൂസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നബിയെ അങ്ങ് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതങ്ങോട്ട് കേട്ടപ്പോ മൂസാ നബി പടച്ചോനോട് പറയുന്നു, പടച്ചോനെ, കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, ഇതെല്ലാരും പറയുന്നതല്ലേ തമ്പുരാനെ, ഇത് ലോകത്തുള്ള എല്ലാവരും പറഞ്ഞതല്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിച്ചത് എനിക്ക് മാത്രമായ ഒരു സ്പെഷ്യൽ ദിക്റാണ്, ഒരു സ്പെഷ്യൽ ദിക്റാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, യാ മൂസാ ലൗ അന്ന സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ, ഏഴാകാശവും ഏഴ് ഭൂമിയും അതിലുള്ള സർവ്വചരാചരങ്ങളും മാമരങ്ങളും മാമലകളും സാഗരങ്ങളും വൃക്ഷലതാദികളും പക്ഷിപർവാദികളും എല്ലാം എടുത്ത് ഒരു തട്ടിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എടുത്ത് മറ്റേ തട്ടിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തട്ടിനാണ് ഭാരമുള്ളത്. മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഈ ലോകത്തെ ഏറ്റവും വലിയ വാചകമേതെന്നറിയോ എന്റെ വട്ടിയാരയിലെ സഹോദരിമാരെ? ഏതാണ് ആ വാചകമെന്നറിയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? നമ്മളെ ഭാഗ്യവാന്മാരാ. തീവ്രവാദികളെന്ന് വിളിച്ചാൽ, ഭീകരന്മാരെന്ന് പറഞ്ഞാൽ, സിഐയും അതുപോലെ NRCയും കൊണ്ടുവന്ന് SIR-ലൂടെ നമ്മളെ പൗരത്വം നഷ്ടപ്പെടുത്തിയിട്ട് പുറന്തള്ളാൻ ശ്രമിച്ചാൽ, ആരൊക്കെ നമ്മളെ വർഗീയവാദികളായി ചിത്രീകരിച്ചാൽ, നമ്മുടെ പള്ളികളെല്ലാം ബുൾഡോസറിന്റെ മുകളിൽ വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്താൽ, ഹിജാബ് ധരിക്കുന്ന മുസ്ലിം പെണ്ണിന്റെ ഹിജാബ് സദസ്സിൽ നിന്ന് മന്ത്രിമാര് പോലും പിടിച്ച് താഴ്ക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യുന്ന എവിടെന്നോ കയറി വന്ന തോന്നിയാസികള് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പടപൊരുതിയ അവരുടെ പിന്നോക്കക്കാരായ, അവരുടെ പിന്തലമുറക്കാരായ നമ്മളോട് പൗരത്വം ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ, ഒരുത്തരുമല്ല കൊടുക്കാത്ത മഹാസൗഭാഗ്യത്തിന്റെ വാചകം, ആർക്കുമല്ല കൊടുക്കാത്ത സൗഭാഗ്യത്തിന്റെ വാചകം, ഇതുവരെ ഒരുത്തരും അല്ലാഹു കൊടുക്കാത്ത ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വാചകം ആർക്കുമല്ല കൊടുത്തിട്ടില്ല. മന്ത്രി പുങ്കവന്മാർക്ക് പലർക്കുമല്ല കൊടുത്തിട്ടില്ല, അധികാരി വർഗത്തിന് പലർക്കുമല്ല കൊടുത്തിട്ടില്ല, സമ്പന്നന്മാർക്ക് പലർക്കുമല്ല കൊടുത്തിട്ടില്ല. ആ മനോഹരമായ വാചകമേതാണ്? ലൗ അന്ന സമാവാതി വൽ അർദ്, ഏഴാകാശവും ഏഴ് ഭൂമികളും ഫീ കിഫത്തിൻ മൂസാ നബിയെ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഒരു തട്ടിൽ വെച്ചാൽ ആ തട്ടിനാണ് ഭാരം മൂസ നബിയെ. ഇത് അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞെന്ന് ഇമാം നസായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം. ഇനി ഞാൻ പറയട്ടെ, നാളെ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശറയിൽ പ്രിയപ്പെട്ടവരെ 99 പേജ്, 99 പിന്നെ ഏടുകൾ, 99 കുറ്റപത്രങ്ങൾ നമ്മുടെ കയ്യിൽ തരികയാ.
99 കുറ്റപത്രങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ തരുന്നു. 99 കുറ്റപത്രങ്ങൾ തരികയാണ്. എന്റെ തോന്നിയാസങ്ങള്, എന്റെ ആരും അറിയാതെ ചെയ്ത പാപങ്ങള്, നിങ്ങളുടെ പാപങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ച റഖീബത്തീദെന്ന മലക്കുകളില്ലാതെ ഒരു വാക്കും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ആ കർമ്മപുസ്തകം നമ്മുടെ കുറ്റപത്രം നമ്മുടെ കയ്യിൽ തരുന്നു. 99 പുസ്തകമാണ്. ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? മദ്ദൽ ബസരി, കണ്ണെത്താ ദൂരത്തോളമാണ്. കണ്ണെത്താ ദൂരത്തോളമാണ്. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന കുറ്റപത്രം അത് 99 നമ്മുടെ കൈവശയിൽ തരികയാണ്. അത് വായിച്ചു നോക്കിയിട്ട് അല്ല ചോദിക്കുന്നു, ഇതിൽ നിന്ന് ഏതെങ്കിലും നീ നിഷേധിക്കുന്നുണ്ടോ? ഈ വായിച്ചതിൽ ഏതെങ്കിലും നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? അധികാരത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്ന് പാപപ്പെട്ടവനെ ശാന്തീകരിച്ചവന്മാര് മുഴുവനും അവിടെ പഞ്ചപുച്ഛമടക്കിയിട്ട് പറയില്ല, റബ്ബ് പടച്ചോനെ ഇല്ല, ഒന്നും നിഷേധിക്കുന്നില്ല. അല്ല ചോദിക്കുകയാണ്. എന്നിട്ടോ അല്ല ചോദിക്കുന്നു, എന്റെ മലക്കുകൾ, എന്റെ റിപ്പോർട്ടർമാര് നിന്നോട് അക്രമം ചെയ്തെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല പടച്ചോനെ, അവരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൂ. അല്ല ചോദിക്കുന്നു, നിനക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോടോ? അല്ലാഹുവേ ഒന്നുമില്ല. ആ സമയത്ത് മുഅ്മിനീങ്ങൾ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, നീ എന്താ പ്രതീക്ഷിക്കുന്നത്? പടച്ചോനെ പെട്ടു 99 കണ്ണെത്താ ദൂരം വിശാലമായ 99 കുറ്റപത്രം എന്റെ കയ്യിൽ തന്നപ്പോ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. മലക്കുകൾ ഒരിക്കലും ഇത് എഴുതിയതിൽ കള്ളം കാണിച്ചിട്ടില്ല. എനിക്ക് പ്രത്യേകമായ കാരണങ്ങളൊന്നും പറയാനില്ല. ആ സമയത്ത് അല്ല ചോദിക്കുന്നു, നിനക്ക് രക്ഷപ്പെടാൻ ഇതിൽ ഒരു ചെറിയ തുരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് 99 ആ കുറ്റപത്രത്തിൽ നിന്ന് ഒരു പിത്താക്കത്തൊരു പേപ്പർ അങ്ങ് വലിച്ചെടുക്കുകയാണ്. ഒരു പേപ്പർ വലിച്ചെടുക്കുകയാണ്. ഇത് ഏതെങ്കിലും വാറോലകളിൽ വന്നതല്ല പ്രിയപ്പെട്ട പെങ്ങളെ, കൃത്യമായി മനസ്സിലാക്കിക്കോ പ്രിയപ്പെട്ടവരെ. ഒരു പേപ്പർ അങ്ങ് വലിച്ചെടുക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം അഹ്മദ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സ്വീകരിക്കാൻ നമുക്കൊരു തടസ്സവുമില്ല. ഒരു പേപ്പർ 99 കുറ്റപത്രത്തിൽ നിന്ന് വലിച്ചു കീറുന്നു. ആ പേപ്പറിനകത്ത് നോക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ട് കലിമകളാണ് സഹോദരിമാരെ. ആ സമയത്ത് പടച്ചോൻ പറയുന്നു, ഈ കലിമ കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, ഈ കലിമത്ത് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. അതിനകത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ആരാധനക്കരകൻ അല്ലാഹുവല്ലാതെ മനുഷ്യബുദ്ധിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ശിലാവിഗ്രഹങ്ങൾക്ക് കഴിവില്ല. മുള്ള മുതൽ മൂർഖം പാമ്പ് വരെ, കല്ല് മുതൽ കാഞ്ഞിര കുറ്റി വരെ ഇല്ല, ഞാൻ ആരാധിക്കുന്നില്ല. എന്റെ ആരാധന ഒരേ ഒരു ശക്തി മാത്രമാണ്. സർവനാഥനായ, സർവാധിനാഥനായ, സർവഗുണ സമ്പൂർണനായ, സർവജ്ഞനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ആ കലിമ നമുക്ക് നാളെ വലിയ പവറായി 99 പുസ്തകത്തിന്റെ ഇടയിൽ നിന്ന് ഒരൊറ്റ പേപ്പർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഈ 99 കുറ്റപത്രവും ഒരു തട്ടിൽ വെച്ചിട്ട് ആ ഒരു പേപ്പർ അടുത്ത തട്ടിൽ വെക്കുമ്പോ അതിനെ ഭാരം തൂങ്ങുന്നു. അതാണ് അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമത് പഠിപ്പിച്ചത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അതിന്റെ വക്താക്കളല്ലേ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമയുടെ ആളുകളല്ലേ? ആരോ എന്തോ പറഞ്ഞോട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. അട്ടപ്പാടിയിൽ, പാലക്കാട് ജില്ലയിൽ, കോയമ്പത്തൂരിനടുത്ത്, പാലക്കാടിന്റെയും കോയമ്പത്തൂരിന്റെയും ഇടയിൽ വാളയാറ് ചെക്ക് പോസ്റ്റിന്റെ അടുക്കൽ വെച്ച് റാം നാരായണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സഹോദരനെ, ഛത്തീസ്ഗഡ് സ്വദേശിയായ ആ സഹോദരനെ 15ഓളം 20ഓളം വരുന്ന വർഗീയ ഫാസിസ്റ്റ് ദുഷ്ടശക്തികൾ അധികാരത്തിന്റെ ആ ഒരു പിന്നെ അധികാരത്തിന്റെ തലോടലിൽ, അധികാരത്തിന്റെ തണലിൽ ആ 20ഓളം വരുന്ന പിന്നെ രാജ്യദ്രോഹികൾ റാം നാരായണൻ എന്ന് പറയുന്ന ഛത്തീസ്ഗഡ് സ്വദേശിയായ ഒരു പാവപ്പെട്ട സഹോദരനെ ക്രൂരമായിട്ട് അടിച്ചു തല്ലി കൊന്നുകളഞ്ഞു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും
ആക്രമിക്കപ്പെട്ട ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. 85 മുറിവുകളാണ്. 85 മുറിവുകൾ. ശരീരത്തിൽ ഒരു സ്ഥലം പോലും ഇല്ലത്രേ മുറിവില്ലാത്ത ആ സഹോദരനോട് ഇവർ ചോദിച്ച ചോദ്യം, നീ ബംഗ്ലാദേശുകാരനാണോ? അയാൾക്ക് ഭാഷ മനസ്സിലാവുന്നില്ല. അയാൾ തലയാട്ടുക, നീ ബംഗ്ലാദേശുകാരനാണോ? പാവപ്പെട്ട വൃദ്ധയായ അമ്മ, പാവപ്പെട്ട ഭാര്യ, 2 മക്കൾ ജോലി തിരക്കി ഇറങ്ങി. കിട്ടിയ ജോലി പോരാന്ന് കണ്ടപ്പോൾ ജോലി അന്വേഷിച്ചു വരുന്ന വഴിയിൽ കള്ളനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് തൊഴിലുറപ്പിന്റെ പേരിൽ ഒരുമിച്ച് കൂടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി തല്ലിക്കൊന്നു പാവപ്പെട്ടവരെ. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയുടെ മുമ്പിൽ വന്ന് വിതുമ്പുന്ന ആ പ്രിയപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശിയായ ഭാര്യ കേരളത്തിന് മറക്കാൻ പറ്റില്ല. നല്ലവരുമുണ്ട്. ഷിബു എന്ന് പറയുന്ന സഹോദരന്റെ ഹാർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അത് നേപ്പാളിലെ ഒരു ദുർഗ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തിരുന്ന് മിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹാർട്ടും പിടിച്ച് ഒരു ബോക്സിൽ ഡോക്ടർമാർ ഓടി എറണാകുളത്ത് ഇറങ്ങുന്നു. മരണപ്പെട്ടു പോയ സഹോദരന്റെ ആ മരണാനന്തര സമയത്ത് പെട്ടെന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചവന്റെ ഹാർട്ട് എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് നേപ്പാളി യുവതിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നേപ്പാളി യുവതിയുടെ നെഞ്ചകത്തിരുന്ന് മിടിക്കുന്നത് കേരളത്തിലെ ഷിബു എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഹൃദയമാണ്. അങ്ങനെ നല്ലവരും നമ്മുടെ നാട്ടിലുണ്ട്, നല്ലവരുമുണ്ട്. പിന്നെ ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചിട്ട് കൊന്നത് അത് ആ പാവങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ കൊലപാതകികൾക്ക് എന്തബദ്ധം? അവര് കരുതിയത് മുസ്ലിം ആയിരിക്കും. എടോ, നിനക്കൊക്കെ റാം എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു വാക്കെങ്കിലും പരിഗണിക്കാമായിരുന്നല്ലോ. റാം എന്ന് പറയുന്ന വാക്കെങ്കിലും പരിഗണിച്ചുകൊണ്ട് വിടാമായിരുന്നല്ലോ. പാവം അടിച്ചു കൊന്നുകളഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടിയിലെ ആ മധു എന്ന് പറയുന്ന സഹോദരന് കുറച്ച് അരി മോഷ്ടിച്ചു എന്നതിന്റെ പേരിലാണ് ഇവിടെ കട്ട് മുടിച്ച് നമ്മുടെ ഒക്കെ നികുതി പണം കൊണ്ട് വെളുത്തു തുടുത്ത് ഇവിടത്തെ കുറെ കള്ളന്മാര് രാജ്യം കടന്നുപോയിട്ട് അവനെ ഒന്നും പിടിക്കാൻ കഴിയുന്നില്ല. അവനൊക്കെ അവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി അല്പ അരി മോഷ്ടിച്ചാൽ അവൻ സമൂഹത്തിൽ ബഹിഷ്കരിക്കപ്പെടുന്നവനാവുകയും ജോലി അന്വേഷിച്ചിറങ്ങിയിട്ട് ജോലി തിരക്കി നടക്കുന്ന പാവപ്പെട്ടവനെ നീ ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചിട്ട് അടിച്ചു കൊല്ലാൻ മാത്രം കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം സമാധാനിക്കാം. എന്തില്ലെങ്കിലും അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് നമുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 കാര്യങ്ങൾ മറക്കരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. 2 ഏത് ഘട്ടത്തിലും അൽഹംദുലില്ലാഹ്. 3 എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 ദിക്റുകൾ. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണം. ഞാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, നല്ല നാട്ടുകാരൻ, നിങ്ങളെനിക്ക് പൊക്കിയിട്ടൊന്നും കിട്ടാനൊന്നുമില്ല, ഒന്നും നേടാനൊന്നുമില്ല. ഞാൻ 3 പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ എത്തിയ ആളാണ്. നേരത്തെ ഞാൻ എത്തിച്ചേരുമ്പോ നമ്മളെ ഹമീദ് സാഹിബിന്റെ അനുജത്തിയുടെ വീട്ടിൽ അല്ലേ, അവിടെ എനിക്ക് കിടക്കാനുള്ള സൗകര്യം തന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തന്നു. അൽഹംദുലില്ലാഹ്. ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്ത് ഹസൈനാർ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ ഉമറുൽ ഫാറൂഖ് ഉസ്താദും എന്നെ വിളിക്കാൻ കണ്ണൂർ വന്നു. ഇനി നാളെ ഇതേപോലെ തിരിച്ചു കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പോ ഈ രീതിയിലുള്ള സഹകരണം നല്ല ആളുകളാണ്. ഇർഫാനി ഉസ്താദ് എന്നോട് പറഞ്ഞു, നല്ല സ്നേഹസമ്പന്നരാണ്. അൽഹംദുലില്ലാഹ്. അത് തന്നെയാണ് നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് മീസാൻ എന്ന തുലാസിലെ ഭാരം തൂങ്ങാൻ ഏറ്റവും പ്രധാനമായി മാമിന് ശൈഇൻ യൂളഉ ഫീ മീസാൻ, മീസാൻ എന്ന തുലാസിൽ വെക്കപ്പെടുന്നതിൽ ഏറ്റവും ഭാരമുള്ളത് അഫ്ഖല മിൻ ഹുസ്നിൽ ഖുലുഖി, ഏറ്റവും നല്ലത്
ഏറ്റവും നല്ല സ്വഭാവം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂദർദാ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, സൽസ്വഭാവികളാണോ ആ സൽസ്വഭാവം നാളെ പരലോകത്ത് നമ്മളുടെ മീസാനിൽ തുലാസ് നന്മയുടെ തട്ടിന് ഭാരം തൂക്കും. സൽസ്വഭാവികളാകണം. ഒന്ന് ചിരിക്കണം കാണുമ്പോ. അവൻ ഏതോ സംഘടനപ്പെടട്ടെ, ഏതോ പാർട്ടി പെടട്ടെ, അവൻ ആരോ ആകട്ടെ, ഒരാളെ കാണുമ്പോ ഒന്ന് ചിരിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ. ഇതില്ല കടന്നൽ കുത്തിയതുപോലെ, ഇല്ലെങ്കിൽ ചിമ്പാൻസിയെ പോലെ ഇങ്ങനെ ഭർത്താവ് വന്നാലും ഭാര്യ അങ്ങനെ നിൽക്കുക, ഭാര്യ വന്നാലും ഭർത്താവ് അങ്ങനെ നിൽക്കുക. ഇതല്ലല്ലോ നമ്മുടെ മുഖത്ത് എപ്പോഴും വിടരുന്ന ഒരു ചിരി. കോപിക്കേണ്ടത് കോപിക്കണം, ദേശിക്കേണ്ടത് ദേശിക്കണം. പക്ഷേ എല്ലാവരോടും നല്ല പുഞ്ചിരിക്കുന്ന വദനത്തോടെ നാം സമീപിക്കുമ്പോ ആ ഒരു ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം, നാളെ ചെന്ന് പൊരുത്തം ചോദിക്കുന്ന ഒരു വാക്ക് നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. പോട്ടേട്ടാ, ഞാൻ ഇന്നലെ ആ ഒരു ഇതില് പറഞ്ഞു പോയത് വരാൻ പാടില്ല. നാളെ ചെന്ന് മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ, മരണപ്പെട്ടു പോകും. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു സഹോദരനാണ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ. അത് AP സമസ്തയുടെ അത്യുജ്വല പ്രഭാഷകനായിരുന്നു. അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭാര്യയോടൊപ്പം കിടന്ന് നേരം വെളുത്ത് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോഴാണ് മരണപ്പെടുന്നത്. പിറ്റന്നത്തെ പരിപാടിയുണ്ട്. എനിക്ക് നാളെ തവനൂർ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള പരിപാടി. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ റമദാന്റെ തലേ ദിവസം വരെയും അൽഹംദുലില്ലാ പരിപാടി ഓരോ സ്ഥലത്ത് സംഘാടകർ നോട്ടീസ് അടിച്ച് എപ്പോഴെത്തും, എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ച് ഉറപ്പാക്കി എത്രയോ വീടുകൾ ഭക്ഷണം തരാൻ തയ്യാറായി ഇരിക്കുന്നുണ്ടാവും. അവിടേക്ക് എത്തുമെന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പില്ല. അതുകൊണ്ട് എല്ലാ ക്രോധവും, എല്ലാ ദേഷ്യവും, എല്ലാ പകയും, എല്ലാ വെറുപ്പും, എല്ലാ വൈഷമ്യവും, എല്ലാ വൈമനസ്യവും, എല്ലാ വൈക്ലഭ്യവും മാറ്റിവെച്ചിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സമീപിക്കുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അഞ്ചാമത്തെ കാര്യം കൂടെ പറയട്ടെ, മറക്കരുത്. അഞ്ചാമത്തേത് സഹോദരങ്ങളെ, നമ്മുടെ ഈ MSSമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, മരണാനന്തര കാര്യങ്ങളിൽ, മരണാനന്തര ചടങ്ങുകളിൽ നാം എടുക്കേണ്ട ചില സമീപനങ്ങളുണ്ട്. മയ്യത്ത് കണ്ടോ? ഇനി ആരാ കാണാനുള്ളത്? ഓടി വരിക. ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ മയ്യത്ത് തുറന്നു വെച്ചോണ്ടിരിക്കുക. കാണല് സുന്നത്തേ ഇല്ല. മയ്യത്ത് കാണല് സുന്നത്തേ അല്ല. മയ്യത്ത് കാണണമെന്ന് എവിടെയായത് കിതാബിലാ പറയുന്നത്? മയ്യത്ത് കാണൽ സുന്നത്തേ അല്ല. ഒരാള് മരിച്ചാൽ അതിന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കണം, സന്ധികൾ മയപ്പെടുത്തണം, കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, ദഫൻ ചെയ്യണം, നിസ്കരിക്കണം. ഇതൊക്കെ പറയുന്നുണ്ട്. സഹോദരിമാരെ, നിങ്ങളുടെ നാടുകളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മരണപ്പെടുന്ന സഹോദരിമാരുടെ മയ്യത്ത് കുളിപ്പിക്കാനും ആ മയ്യത്ത് പരിസരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പോകണം. നിങ്ങൾക്ക് അവിടം വരെ നിങ്ങൾക്ക് ഇസ്ലാം സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതിനിപ്പുറത്തോട്ട് നിങ്ങൾ പ്രളയം കാണിക്കരുത്. ചിലർ ഞങ്ങൾക്ക് പള്ളി കയറാൻ പറ്റാത്ത, ആണുങ്ങൾക്ക് പള്ളി പോവാം, ആണുങ്ങൾക്ക് പ്രസിഡന്റ് ആവാം, പെണ്ണുങ്ങൾക്ക് പ്രസിഡന്റ് ആവാം, അല്ല ആണുങ്ങൾക്ക് പ്രസിഡന്റ് ആവാം, പെണ്ണുങ്ങൾക്ക് പ്രസിഡന്റ് ആയിക്കൂടാ, ഞങ്ങൾക്ക് പള്ളി കയറിക്കൂടാ. എന്താ ഞങ്ങളെ പള്ളി കയറ്റാത്തത്? നിങ്ങൾ വെപ്രാളം കാണിക്കാൻ ഞങ്ങളെ പള്ളി കൊണ്ടുവരും. ഇപ്പൊ വെപ്രാളം വേണ്ടല്ലോ, പള്ളിയിൽ നിങ്ങളെ കൊണ്ടുവരും. അതൊരു ദിവസം കൊണ്ടുവരും. അന്ന് പള്ളിക്കകത്ത് കയറ്റും. ധൃതി വെക്കണ്ട. ആണുങ്ങളെ പള്ളിയിൽ പ്രവേശിക്കാൻ പറയുകയും പെണ്ണുങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിയാനും പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. അത് നിങ്ങൾ അനുസരിക്കുക. ഏതെങ്കിലും കാശിന് വിലയില്ലാത്ത ആരെങ്കിലും ചാനലുകളിലോ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് കേട്ടിട്ട് ഞങ്ങൾക്കും അതുപോലെ ചാടണം, ഞങ്ങൾക്ക് പ്രസിഡന്റ് ആവണം, ഞങ്ങൾക്ക് പള്ളി ഇമാമാകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ധൃതി വെക്കാൻ നിൽക്കരുത്. നിങ്ങൾ വെപ്രാളം കാണിക്കേണ്ട. നിങ്ങളെ പള്ളിയിൽ കൊണ്ടുവരും. അവരെ പള്ളിയിൽ കൊണ്ടുവരൂലേ? പെട്ടെന്നാവണ്ട. അള്ളാഹു നിങ്ങളെ പെട്ടെന്ന് പള്ളി കേട്ടാതിരിക്കട്ടെ. അവരാമീൻ പറയില്ല. അവരിപ്പോഴും ആഗ്രഹിക്കുന്ന പള്ളി പ്രസിഡന്റ് ആവാൻ. എന്റെ പൊന്ന സഹോദരിമാരെ, നിങ്ങളെ അള്ളാഹ് പെട്ടെന്ന് പള്ളി കൊണ്ടുവരാതിരിക്കട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചേ? അന്ന് പള്ളിയിൽ നിങ്ങളെ കൊണ്ടുവന്ന് അകത്ത് വയ്ക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് മിണ്ടാൻ പറ്റൂല. അന്ന് മൂക്കിലും വായിലൊക്കെ പഞ്ഞി പച്ചിങ്ങനെ കിടക്കേണ്ടി വരും. അള്ളാഹു പെട്ടെന്നൊന്നും അങ്ങനെ ആർക്കും ഒരു ദുരവസ്ഥ, ദുരവസ്ഥ തന്നെയാണ് മുസീബത്തുൽ മൗത്ത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മൻ തബിഅ ജനാസതൻ ഹത്താ യുസല്ലാ അലൈഹാ, ഒരു മയ്യത്തിനെ അനുഗമിക്കുകയും ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയാൾ വേപൃതനാവുകയും ചെയ്തിട്ട് ഹത്താ യുസല്ലാ അലൈഹാ, ആ മയ്യത്ത് നമസ്കാരത്തിൽ അവൻ എത്തിച്ചേർന്നാൽ ലഹു അസ്ഖലു ഫീ മീസാനിഹി മിൻ ഉഹുദി, ഉഹുദ് മലയേക്കാൾ വലിപ്പം അവന്റെ മീസാനിലെ തുലാസിൽ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട് പരിചരണത്തിൽ ഏർപ്പെട്ടിട്ട് ആ മയ്യത്തുമായിട്ട് പള്ളിയിലേക്ക് വരണം. ഇന്ന് കാലം മാറിപ്പോയി. പണ്ട് ഒരു മയ്യത്ത് എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മരിച്ചാലും എല്ലാവരും എടുത്ത് സന്തൂക്കിൽ വെച്ചിട്ട് ആ മയ്യത്ത് തോളിലെടുത്ത് വെച്ച് ആ സന്തൂക്കുമായിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. കാലം പോയ പോക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം. ആ മയ്യത്തുകത്തിലുമായിട്ട് ഇങ്ങനെ വരുമ്പോ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുണ്ടില്, എല്ലാരും കേൾക്കുന്നത് തഹ്ലീല്, കണ്ണ് താഴ്ത്തി വെച്ചിരിക്കുന്നു, മനസ്സിൽ മുഴുവനും മരണത്തിന്റെ ചിന്ത, കൈകൊണ്ട് സന്തൂക്ക് പിടിച്ചിരിക്കുന്നു, കാലുകൊണ്ട് നടക്കുന്നു, ഹൃദയത്തിൽ മരണത്തെ പറ്റിയിട്ടുള്ള ചിന്ത. ആ രീതിയില് കിലോമീറ്ററുകളോളം നടന്ന് പള്ളിയിൽ കൊണ്ടുവരുന്ന അവസ്ഥ മാറി. ഇന്ന് ആംബുലൻസ് മെഹ്റാബിനകത്ത് കയറ്റാൻ പറ്റുമെങ്കിൽ അതിനകത്ത് കയറ്റിയിട്ട് ബോഡി എടുത്ത് വെക്കുന്നു. മയ്യത്തൊക്കെ പേരൊക്കെ മാറി. ബോഡി എടുക്ക് ഒരു ആദരവില്ലാത്ത ശൈലി. ഇതേ സന്തൂക്കിൽ കൊണ്ടുവരുന്നത് എവിടെ പോയി? തീരാറായപ്പോഴാണ് വെള്ളം കൊടുക്കുന്നത്. തീരാൻ പോകും പ്രസംഗം. 2 മണിക്കൂറായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ട ഒരാളിനെ തോളിലേറ്റി കൊണ്ടുവരുന്നതല്ലേ സന്തൂക്ക്? ഇവിടെ അങ്ങനെയല്ലേ? ഇവിടെ അങ്ങനെ ആംബുലൻസ് ആയില്ലല്ലേ? ദൂരം. ഈ സന്തൂക്ക് ഇപ്പൊ എവിടെ വന്നറിയോ? പള്ളിയിലേക്ക് മരണപ്പെട്ടു പോയ ആളിനെ കൊണ്ടുവരുന്നത് സന്തൂക്കിലേക്ക്. അത് മാറി ആംബുലൻസിന് പള്ളിക്കകത്ത് കൊണ്ടുവരും. ഈ സന്തൂക്ക് എവിടെ പോയി? സ്ത്രീകൾ ശ്രദ്ധിക്കണം, ചായയിൽ വീണ് പോകരുത്. ഈ സന്തൂക്ക് നേരെ മണ്ഡപത്തിൽ പോയി. പുതിയ എണ്ണിനെ മണ്ഡപത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാ? സന്തൂക്കിലല്ലേ? 6 പേരിങ്ങനെ പിടിച്ചിട്ട് അതിന് നടുക്ക് പുതിയ പെണ്ണിനെ നിർത്തി നേരെ മണ്ഡപത്തിലോട്ട് കൊണ്ടുവരും. പെണ്ണ് നേരെ അങ്ങോട്ട് കയറുമ്പോൾ ഈ പൂരപ്പറമ്പിൽ കത്തിക്കുമ്പോൾ ഒരു പോത്തിരി കത്തി എവിടെയെങ്കിലും കത്തിപ്പിടിച്ച് എല്ലാം കൂടെ തീരുമ്പോ ശരി അതോട് മുസ്ലിങ്ങൾ ഒട്ടും കുറവില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഹൈന്ദവ ക്രൈസ്തവ കല്യാണങ്ങളിൽ ആർഭാടം കുറവാണ്. മതത്തിന്റെ ചിഹ്നങ്ങൾ വിട്ടുകളിക്കുന്ന ഒരു പരിപാടി അവർക്കില്ല. ഇതെല്ലാം തോന്നിയാസങ്ങളുടെ സങ്കേതമായി മാറിയത് ഈ സമുദായമാണ്, ഒരു സംശയമില്ല. അവസാനം എല്ലാം പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഇമാമിന്റെ അൽ ഫാത്തിഹ എല്ലാം മാറിയേ പറ്റൂ. കടല് കടന്നു വന്ന സംസ്കാരവും മലയിറങ്ങി വന്ന സംസ്കാരവും മാറ്റിവെച്ചിട്ട് മുത്തുനബി തന്റെ പ്രിയപ്പെട്ട മകളാരത്നങ്ങളുടെ നേതാവായ ഫാത്തിമത്ത് സഹറയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, അള്ളാന്റെ കൽപ്പന എങ്ങനെയാണോ അങ്ങനെ ഞാൻ എനിക്ക് എന്റെ മകളെ കല്യാണം കഴിച്ചു തരുന്നു. ആ നിലയിലാകണം. റസൂൽ എങ്ങനെ കല്യാണം നടത്തി കൊടുത്തു? ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തോ? നിങ്ങൾ ഒട്ടകത്തിനകത്ത് കൊടുത്തോ? പ്രശ്നമല്ല. 10,000-കണക്കിന് ആളുകളെ വിളിച്ചോ? പ്രശ്നമല്ല. ഇതുപോലുള്ള തോന്നിയാസങ്ങൾ മാറ്റിവെച്ചിട്ട് അതിന് മുടക്കുന്ന പൈസ പാവപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് 1 പവൻ ഇപ്പൊ 1 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. 1 ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു കല്യാണ ഡ്രസ് എടുത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതല്ലേ വേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മയ്യത്തുകൾ കൊണ്ടുവരുന്നത് പുതിയ പെണ്ണിനെ കൊണ്ടുവരുന്നതിലേക്ക് മാറിയിട്ട് കല്യാണത്തിന് എങ്ങനാണോ നമ്മൾ വന്നുകൊണ്ടിരുന്നത് അത് നമ്മുടെ മരണത്തിലേക്ക് മാറുകയും ചെയ്ത ഒരു സംഭവം, വിരോധാഭാസം. മരണപ്പെട്ടാൽ മയ്യത്തിന്റെ പിന്നാലെ പോകണം. എന്നിട്ട് മയ്യത്ത് നിസ്കരിക്കണം. ആ മയ്യത്തിന് വേണ്ടി ദുആ അരക്കണം. ആ മയ്യത്ത് മറമാടുന്നിടത്ത് പോകണം. എന്നിട്ട് ദുആയിൽ പങ്കെടുക്കണം.
ഖബറിന്റെ അടുക്കൽ നിന്ന് ചിന്തിക്കണം, അടുത്ത ഖബർ ആർക്കാണ്? ഈ കിടക്കുന്ന മനുഷ്യൻ ഈ ഖബറിൽ ഒരിക്കലും വരുമെന്ന് പ്രതീക്ഷിച്ചവനല്ല. അടുത്ത സ്ഥലത്ത് ഖബർ വെട്ടാൻ വേണ്ടിയിട്ട് ഖബർ കുഴിക്കുന്ന ആളുകൾ മൺവെട്ടിയും പിക്കാസും കുന്താലിയും മൺകോരിയും കൊണ്ട് വെക്കുമ്പോൾ ആ ഖബർ ആർക്കാണ്? ഞാനായിരിക്കും ആ ഖബറിനകത്ത് കിടക്കുക. ആ ഒരു പ്രതീക്ഷയിൽ, ആ ഒരു ചിന്തയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റിയെടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലഹു അസ്ഖലു ഫീ മീസാനിഹി മിൻ ഉഹദ്, ഉഹദ് മലയേക്കാൾ വലിപ്പം ഈ മീസാനിൽ ഈ സംഗതിക്കുണ്ട് എന്ന്. അല്ലാഹു ഭാഗ്യം തരട്ടെ.